സദൃശവാക്യ പുസ്തകത്തിൻ്റെ പഠനം നാം തുടരവേ ഇന്ന് അല്പസമയം നമുക്കൊരുമിച്ച് ധ്യാനിക്കുവാനും പഠിക്കുവാനും സദൃശവാക്യങ്ങൾ 15-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. വിവേകമുള്ളവൻ്റെ ഹൃദയം പരിജ്ഞാനം അന്വേഷിക്കുന്നു, മൂഢന്മാരുടെ വായോ ഭോഷത്വം ആചരിക്കുന്നു. വിവേകമുള്ളവരെയും മൂഢന്മാരെയും തുലനം ചെയ്യുന്ന നിരവധി സദൃശവാക്യങ്ങൾ ഇതിനോടകം തന്നെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഇവിടെ വിവേകമുള്ളവൻ്റെ ഹൃദയത്തെക്കുറിച്ചും മൂഢൻ്റെ വായയെക്കുറിച്ചുമാണ് പ്രതിപാദ്യം. വിവേകമുള്ളവൻ്റെ ഹൃദയം പരിജ്ഞാനം അന്വേഷിക്കുന്നുവെന്നും മൂഢന്മാരുടെ വായ ഭോഷത്വം ആചരിക്കുന്നുവെന്നും ജ്ഞാനി ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ട് മനോഹരമായ പൂങ്കാവനങ്ങളെക്കുറിച്ച് ഒരു അനുഭവ കഥയുണ്ട്. ഒന്ന് മനോഹരമായി തന്നെ നിലനിൽക്കുകയും രണ്ടാമതൊന്ന് അതിൻ്റെ മനോഹാരിത നഷ്ടമാക്കുകയും ചെയ്ത കഥ. മനോഹരമായ ഈ പൂന്തോട്ടങ്ങൾ രണ്ട് വ്യക്തികളുടേതായിരുന്നു. അവർ മറ്റ് രണ്ട് വ്യക്തികൾക്ക് അത് കൈമാറി. ആദ്യത്തെ ആൾ ആ പൂങ്കാവനത്തിന് ചേർന്നുള്ള ഭാഗങ്ങളിൽ പുതിയ ചെടികൾ നട്ടപ്പോൾ വളരെ നല്ല വിത്തുകളെ സസൂക്ഷ്മം തിരഞ്ഞെടുക്കുകയും നടുകയും ചെയ്തു. അവൻ നിരന്തരം മണ്ണിൽ വേല ചെയ്തു, വെള്ളമൊഴിച്ചു. കളകൾ വളർന്നു വന്നപ്പോൾ ആ കളകളെ പറിച്ച് വൃത്തിയാക്കി. ദിവസം കഴിയുന്തോറും ആ പൂങ്കാവനത്തിൻ്റെ ഭംഗി വർദ്ധിച്ചു വന്നു. മറ്റേയാളാകട്ടെ ആ പൂങ്കാവനത്തിൽ പിന്നീട് പറയത്തക്ക യാതൊന്നും ചെയ്തില്ല. വിത്ത് വിതയ്ക്കുമ്പോഴും വളരെ ലാഘവത്തോടെ വാരി വിതറുക മാത്രം ചെയ്തു. കള വളർന്നു വന്നപ്പോൾ അതിനെ ശ്രദ്ധിക്കാതിരുന്നു. ആ പൂങ്കാവനത്തിൽ ഒരു തരത്തിലുള്ള ശ്രദ്ധയും അവൻ നൽകിയില്ല. കാട് വളർന്നു വന്നു, മുൾച്ചെടികളും കളയും വളർന്നു വന്നു. ആർക്കും ഉപയോഗമില്ലാത്ത ഒരു പൂങ്കാവനമായി മാറി. ബുദ്ധിമാനായൊരു മനുഷ്യൻ ഒരു പൂങ്കാവനത്തെ മനോഹരമാക്കുകയും മൂഢനായൊരു മനുഷ്യൻ ഒരു പൂങ്കാവനത്തെ ഉപയോഗശൂന്യമാക്കുകയും ചെയ്തതുപോലെ തന്നെയാണ് മൂഢനും വിവേകമുള്ളവനും ജീവിതത്തെ നേരിടുന്നത് എന്ന് നാം തിരിച്ചറിയുകയാണ്. ഇവിടെ നാം വായിച്ചു കേട്ട സദൃശവാക്യത്തിൽ ജ്ഞാനത്തിൻ്റെ കാംക്ഷ വിവേകമുള്ളവൻ്റെ ഹൃദയത്തിൽ നിരന്തരം ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു വ്യക്തിയുടെ അസ്തിത്വം തന്നെ, ജ്ഞാനിയുടെ അസ്തിത്വം തന്നെ ഈ പരിജ്ഞാന അന്വേഷണമാണ്. അത് വെറും അറിവ് തേടിയുള്ള യാത്ര മാത്രമല്ല, ആ അറിവിൻ്റെ പ്രായോഗികതയും ആ അറിവിൻ്റെ സാങ്കത്യവും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നത് എങ്ങനെയെന്ന് നിരന്തരം അന്വേഷിക്കുന്ന ഒരു യാത്ര കൂടിയാണ്. ജ്ഞാനം അതുകൊണ്ട് തന്നെ അറിവിനപ്പുറത്തുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അത് നമുക്ക് ലഭിക്കുന്ന ചില ഉള്ളറിവുകളും ഉൾക്കാഴ്ചകളും മാത്രമല്ല, അതിനപ്പുറത്താണ്. മൂഢന്മാർ തങ്ങളുടെ മൗഢ്യം വെളിപ്പെടുത്തുന്നത് പലപ്പോഴും വാക്കുകളിലൂടെയാണ്. തങ്ങളുടെയും മറ്റുള്ളവരുടെയും ജീവിതത്തിൻ്റെ ഗതിയെ തന്നെ മാറ്റിമറിക്കുവാൻ കഴിയുന്ന വാക്കുകളും സ്വഭാവവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നിരവധി ആവർത്തി നാം തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞു.
ജ്ഞാനവും മൗഢ്യവും തമ്മിലുള്ള അന്തരത്തെക്കുറിച്ചും നിരവധി പഠനങ്ങൾ നാം നടത്തി. ആജീവനാന്തമുള്ള അന്വേഷണമാണ് ജ്ഞാനം എന്നിരിക്കെ സർവം നിറഞ്ഞവൻ ഞാൻ എന്ന ഭാവമാണ് മൂഢനെ യഥാർത്ഥത്തിൽ ഭോഷത്വം ആചരിക്കുവാൻ പ്രേരിപ്പിക്കുന്നത്. ജ്ഞാനമുള്ള ഹൃദയം വാക്കുകൾക്കപ്പുറം പ്രവൃത്തിയിലൂടെ പ്രതിഫലിക്കുമ്പോൾ ആത്മീക വൈകാരിക വളർച്ചയുടെ അനുഭവമായി മാറുമ്പോൾ, മറുവശത്ത് ജ്ഞാനമില്ലാത്ത മൗഢ്യമുള്ള ഹൃദയം അർത്ഥശൂന്യമായ അനുഭവമായി നിൽക്കുകയാണ്. ജ്ഞാനിയെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നാം ഓർക്കുക, 2 കപ്പലോട്ടക്കാരെയാണ്. ബുദ്ധിമാനായ ഒരാൾ തൻ്റെ കരങ്ങളിലുള്ള കപ്പലോട്ടത്തിന് ഉതകുന്നതായിട്ടുള്ള മാർഗദർശിനികളെ സസൂക്ഷ്മം പഠിക്കുന്നു. ആ കപ്പൽ മറുകര എത്തുന്നതുവരെയുള്ള വിഭവങ്ങൾ തനിക്കുണ്ടോ എന്ന് ഉറപ്പാക്കുന്നു. അതുപോലെ തന്നെ യാത്രാമധ്യേ അപകട സൂചികകൾ കാണുകയാണെങ്കിൽ യാത്രയുടെ ഗതി മാറ്റുവാൻ മടിയില്ലാത്തവനായിരിക്കുന്നു. എന്നാൽ മൂഢനാകട്ടെ, തനിക്ക് ഈ കപ്പൽ യഥാർത്ഥത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ വിഭവങ്ങൾ ഉണ്ടോ എന്ന് ചിന്തിക്കാതെ കാറ്റിനൊത്ത് ഉലയുന്ന ഒരു നൗക പോലെ ഉലഞ്ഞു പോകുന്ന അനുഭവം നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെയാണ് വിവേകമുള്ളവൻ്റെ ഹൃദയം പരിജ്ഞാനം അന്വേഷിക്കുന്നു എന്ന് പറയുമ്പോൾ, വിവേകമുള്ളവൻ്റെ ഹൃദയത്തിൻ്റെ ലക്ഷണങ്ങൾ എന്താണ്? പരിജ്ഞാനം അന്വേഷിക്കുന്ന ഹൃദയത്തിൻ്റെ ലക്ഷണങ്ങൾ എന്താണ് എന്ന ചോദ്യം വളരെ പ്രസക്തമാവുന്നത്. വിവേകത്തിൻ്റെ അടിസ്ഥാനപരമായ ലക്ഷണം വകതിരിവാണ്. ശരിയും തെറ്റും തമ്മിൽ വേർതിരിച്ചറിയുവാനും തെറ്റിൻ്റെ പാതയെ ഉപേക്ഷിച്ച് ശരിയുടെ പാതയെ, നീതിയുടെ പാതയെ, സത്യത്തിൻ്റെ പാതയെ, ധർമ്മത്തിൻ്റെ പാതയെ തിരഞ്ഞെടുക്കുവാനുള്ള ശക്തിയാണ് വിവേകമുള്ളവൻ്റെ ഹൃദയത്തിൻ്റെ, പരിജ്ഞാനം അന്വേഷിക്കുന്ന ഹൃദയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. പരിജ്ഞാനം അന്വേഷിക്കുന്ന ഹൃദയം ദയയുള്ള ഹൃദയമായിരിക്കും. അപരനെ കാണുവാൻ, അപരൻ്റെ വേദനയെ കാണുവാൻ, അപരൻ്റെ കണ്ണുനീരൊപ്പുന്നതിൽ അധികമായി അർത്ഥവത്തായ ജ്ഞാനം ഇല്ല എന്ന്, അപരനിൽ ഈശ്വരനെ കാണുവാൻ കഴിയുന്ന വിനയത്തിൻ്റെ ആഴങ്ങളിൽ ദയാർത്ഥനായി ജീവിക്കുവാൻ വിവേകമുള്ളവൻ എപ്പോഴും ശ്രദ്ധിക്കുന്നു. ക്ഷമ പരിജ്ഞാനം അന്വേഷിക്കുന്ന ഹൃദയത്തിൻ്റെ, വിവേകമുള്ളവൻ്റെ ഹൃദയത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. ക്ഷമയ്ക്ക് ഇത്തരുണത്തിൽ 2 തലങ്ങളുള്ളതായി നമുക്കറിയുവാനായിട്ട് കഴിയും. ഒന്ന്, എടുത്തുചാട്ടമില്ലാതെ പ്രവർത്തിക്കുവാൻ കഴിയുന്ന ക്ഷമ. 2, കഴിഞ്ഞത് മറക്കുവാൻ, ഇന്നലകളുടെ ബന്ധനത്തിൽ ജീവിതം തച്ചുടയ്ക്കാതെ ഇന്നലകളുടെ ബന്ധനങ്ങളിൽ നിന്നും വിമുക്തി നേടി മുമ്പോട്ട് പോകണമെങ്കിൽ 2ാം ഊഴങ്ങൾ നൽകുവാൻ ഒരുക്കമുള്ളവരായി, ക്ഷമിക്കുവാൻ തയ്യാറുള്ളവരായി ജീവിക്കുവാൻ നമുക്കാകണം. അവിടെയാണ് വിവേകമുള്ളവൻ്റെ ഹൃദയം പരിജ്ഞാനം അന്വേഷിക്കുന്നു എന്ന ആ വാചകത്തിൻ്റെ അർത്ഥതലങ്ങളുടെ അഗാധതകൾ നാം തിരിച്ചറിയുന്നത്. സഹിഷ്ണുത വിവേകമുള്ളവൻ്റെ ഹൃദയത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. സഹിഷ്ണുത വ്യത്യസ്ത തലങ്ങളിലുള്ള ആശയങ്ങളുള്ളവരുമായി നാം ജീവിക്കുമ്പോഴും നമ്മിൽ നിന്ന് വ്യത്യസ്തരായി ആശയങ്ങളുള്ളവരെ ശത്രുപക്ഷത്ത് കാണാതെ
വ്യത്യസ്തരായിരിക്കുവാനുള്ള അവരുടെ അവകാശത്തെ അന്വേഷിച്ചു കൊടുത്ത്, അതേസമയം തന്നെ നാം വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുവാനുള്ള നമ്മുടെ അവകാശത്തെ ഊന്നിപ്പറഞ്ഞ് സന്തോഷത്തോടുകൂടി, സ്നേഹത്തോടുകൂടി, സൗഹാർദ്ദത്തോടുകൂടി മറ്റുള്ളവരുമായി ജീവിക്കുവാൻ കഴിയുന്ന അവസ്ഥയാണ് വിവേകമുള്ള ഹൃദയത്തിൻ്റെ ഒരു പ്രത്യേകത. തുറന്ന മനസ്സോടുകൂടെ എല്ലാ വ്യക്തികളെയും കാണുവാൻ, തുറന്ന മനസ്സോടുകൂടെ എല്ലാ അസ്തിത്വങ്ങളെയും കാണുവാൻ, തുറന്ന മനസ്സോടുകൂടെ എല്ലാ കാഴ്ചപ്പാടുകളെയും കാണുവാൻ, തുറന്ന മനസ്സോടുകൂടെ എല്ലാ നിലപാടുകളെയും കാണുവാൻ കഴിയുന്ന ഒരവസ്ഥയാണ് പരിജ്ഞാനം അന്വേഷിക്കുന്ന വിവേകമുള്ള ഹൃദയത്തിൻ്റെ ലക്ഷണങ്ങളിൽ മറ്റൊന്ന്. വിനയവും അനുകമ്പയും എത്ര പ്രധാനമാണോ, അതുപോലെ തന്നെ പരിജ്ഞാനം അന്വേഷിക്കുന്ന ഒരു ഹൃദയത്തിൻ്റെ സ്വഭാവം അത് ഉൾക്കാഴ്ചകൾ ഉള്ള ഹൃദയമാകുന്നു എന്നാണ്. മുന്നമേ കാണുവാൻ കഴിയുന്ന, വരുവാനിരിക്കുന്ന കാര്യങ്ങൾ മുൻകണ്ട് പ്രതികരിക്കുവാൻ കഴിയുന്ന അവസ്ഥയാണ് ഈ ഉൾക്കാഴ്ച എന്ന വാക്കുകൊണ്ട് നാം മനസ്സിലാക്കുന്നത്. വിവേകമുള്ളവൻ എപ്പോഴും ഇന്ദ്രിയ നിയന്ത്രണമുള്ളവനായിരിക്കും. തൻ്റെ വാക്കുകൾക്ക് കടിഞ്ഞാണിട്ട്, തൻ്റെ നോക്കിന് കടിഞ്ഞാണിട്ട്, തൻ്റെ കേൾവിക്ക് കടിഞ്ഞാണിട്ട്, തൻ്റെ സ്പർശത്തിന് കടിഞ്ഞാണിട്ട്, താൻ പോകുന്ന ഇടങ്ങളിൽ എവിടെയായിരിക്കണമെന്ന് ഉത്തമമായി തീരുമാനിച്ച്, എന്തിന് തൻ്റെ ചിന്തകൾക്ക് പോലും കടിഞ്ഞാണിട്ട് ജീവിക്കുവാൻ കഴിയുന്ന ആത്മനിയന്ത്രണമാണ് വിവേകമുള്ള ഹൃദയത്തിൻ്റെ ശ്രദ്ധേയമായ മറ്റൊരു പ്രത്യേകത. വിവേകമുള്ള ഹൃദയം നയതന്ത്രത്തിൻ്റെ മാർഗങ്ങൾ സ്വീകരിക്കുകയും കഴിയും വിധം സംഘർഷങ്ങളെ, ശത്രുതയെ ഒഴിവാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ധൈര്യത്തോടുകൂടെ ആ പ്രതിസന്ധികളെ നേരിടുവാനും തരണം ചെയ്യുവാനും വിവേകമുള്ള ഹൃദയം ഉള്ളവർക്ക് കഴിയുന്നുവെന്നത് ശ്രദ്ധേയമാണ്. പരിജ്ഞാനം അന്വേഷിക്കുന്ന വിവേകമുള്ള ഹൃദയത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ സദൃശവാക്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു മനുഷ്യൻ്റെ ഹൃദയം ആഗ്രഹിക്കുന്നത് എന്താണ്, ഒരു മനുഷ്യൻ്റെ മനസ്സ് വാഞ്ചിക്കുന്നത് എന്താണ് എന്ന വളരെ അടിസ്ഥാനപരമായൊരു ചോദ്യം കൂടെ ഈ സദൃശവാക്യത്തോട് ചേർന്ന് ചിന്തിക്കുന്നത് ഉചിതമായിരിക്കും. ശ്രദ്ധേയമായ പഠനങ്ങൾ ഈ ചോദ്യത്തിനു ചുറ്റും നടന്നിട്ടുണ്ട്. പരിജ്ഞാനം അന്വേഷിക്കുന്ന ഹൃദയത്തിൽ സംഭവിക്കുന്നത് എന്താണ്? അവിടെ സന്തോഷം നിഴലിടും എന്നുള്ളതാണ് അടിസ്ഥാന അനുഭവം. മനുഷ്യൻ അറിവ് അന്വേഷിക്കുമ്പോൾ ഓരോ തരി അറിവും പുതു സന്തോഷത്തിൻ്റെ കണികകളായി അവനിൽ മാറുന്നുവെന്നത് അനുഭവിച്ചറിഞ്ഞവർക്കേ മധുരം എത്രയെന്ന് തിരിച്ചറിയുവാനാകുവാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. വിവേകമുള്ള ഹൃദയമുള്ളിടത്ത് സ്നേഹവും പാരസ്പര്യതയും നിഴലിട്ട് നിൽക്കും. സ്നേഹം എന്നത് പ്രകടമാക്കേണ്ട ഒന്നാണെന്നും ബന്ധങ്ങളുടെ ശക്തീകരണത്തിന് സ്നേഹത്തിൻ്റെ പ്രകടിത ഭാവങ്ങൾ എന്തൊക്കെയാണെന്നുമുള്ള അറിവ് പരിജ്ഞാനമായി അവൻ്റെ ഉള്ളിലുണ്ടായിരിക്കും. ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കുന്നത് എന്താണ്, സ്നേഹത്തെ തണുപ്പിക്കുന്നത് എന്താണ് എന്നത് മുന്നമേ കാണുവാനും തിരിച്ചറിയുവാനും അവനാകും. സ്നേഹം നിറഞ്ഞ ഹൃദയമാണ് വിവേകമുള്ളവൻ്റെ ഹൃദയം. അതുപോലെ തന്നെ പരിജ്ഞാനം അന്വേഷിക്കുന്ന അനുഭവം ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും അനുഭവമായി രൂപാന്തരപ്പെടുന്നതായി നമുക്കറിയുവാനായിട്ട് കഴിയും. വിവേകമുള്ളവൻ്റെ ഹൃദയം ഒരു സുരക്ഷിത ഇടമാണ്. അതിർവരമ്പുകൾ വരയ്ക്കുവാൻ, കോട്ടകൾ തീർക്കുവാൻ, അരുതാത്തതിനെ ഒന്നും
ഹൃദയത്തിൻ്റെ കവാടം കടന്ന് അകത്തു വരുവാൻ അനുവദിക്കാത്ത ജ്ഞാനവും വിവേകവും മനുഷ്യ ജീവിതത്തെ അർത്ഥവത്താക്കുന്ന ഒരനുഭവമായി നിലനിൽക്കുന്നു. വിവേകമുള്ളവന് ജീവിതത്തിൽ ഒരു ദിശാബോധമുണ്ട്, ജീവിതത്തിൽ ലക്ഷ്യബോധമുണ്ട്. അവൻ സ്വാതന്ത്ര്യത്തെ അമൂല്യമായി കാണുന്ന അനുഭവമാണ്. വിവേകമുള്ള ഒരു വ്യക്തി അവരനെ മാനിക്കുവാനായി, ബഹുമാനിക്കുവാനായി കഴിയുന്ന ഒരു വ്യക്തിയാണ്. വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന അനവധി പേരുമായി നാം ഇടപെടുമ്പോൾ ജീവിത സാഹചര്യങ്ങളെ മനസ്സിലാക്കുവാൻ, അവരനെ മനസ്സിലാക്കുവാൻ, ഏത് സാഹചര്യത്തിലാണ് അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ അവരനിൽ നിന്നുണ്ടാകുന്നതെന്ന് തിരിച്ചു പറയുവാൻ കഴിയുന്ന വിനയവും വിവേകവുമാണ് ജ്ഞാനമുള്ള ഹൃദയത്തിൻ്റെ, വിവേകമുള്ള ഹൃദയത്തിൻ്റെ പ്രത്യേകത. ബന്ധങ്ങളുടെ ആ മനോഹരമായ ഇഴചേരൽ ജ്ഞാനത്തിൻ്റെ പ്രതിഫലനമാണ്. നിരന്തരമായ വളർച്ചയും ജീവിതത്തിൻ്റെ നേട്ടങ്ങളിൽ സായുജ്യവും ഈ മനോഹരമായ അനുഭവത്തിൻ്റെ പ്രത്യേകതകളാണ്. ഇവിടെ വിജ്ഞാനത്തിൻ്റെ ലക്ഷണങ്ങൾ, വിജ്ഞാനമുള്ള ഹൃദയത്തിൻ്റെ ലക്ഷണങ്ങൾ പ്രതിഫലിക്കുന്നതിനെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ എന്തൊക്കെയാണ് വിജ്ഞാനത്തിൻ്റെ ലക്ഷണങ്ങൾ എന്നുകൂടി ഒന്ന് സ്വയം ചോദിക്കുന്നത് നന്നായിരിക്കും. മനഃശുദ്ധിയാണ് വിജ്ഞാനം നിറയുവാനുള്ളൊരു ഹൃദയപാത്രത്തിൻ്റെ ഏറ്റവും അനിവാര്യമായ സവിശേഷത. വിവേകം നാം നേരത്തെ ചിന്തിച്ചതുപോലെ ശരിതെറ്റുകളെ വേർതിരിച്ചറിയുവാനുള്ള കഴിവ് മാത്രമല്ല, തെറ്റിനെ ഉപേക്ഷിക്കുവാനും ശരിയുടെ പന്ഥാവ് സ്വീകരിക്കുവാനും വിവേകം സഹായിക്കുന്നു. സത്യാന്വേഷണം മാത്രമല്ല, അസത്യത്തിൻ്റെ എല്ലാ സ്വാധീനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുവാനും വിവേകം സഹായിക്കുന്നു. അറിവിൻ്റെ അന്വേഷണം മാത്രമല്ല, അതിൻ്റെ കണ്ടെത്തലും ജീവിക്കലുമാണ് വിവേകത്തിൻ്റെ പ്രത്യേകത. അവഗാഹത, ആഴങ്ങൾ തേടിയുള്ളൊരു യാത്ര. ഓരോ ചുവട് മുമ്പോട്ട് വയ്ക്കുമ്പോഴും അത് പുതിയ അറിവിലേക്കുള്ള ചുവടുവയ്പ്പുകളാണ്. ഓരോ യാത്രകളിൽ നാം ഏർപ്പെടുമ്പോഴും അത് പുതിയ അറിവിലേക്കുള്ള ചുവടുവയ്പ്പുകളാണ്. ആ അറിവുകളെ സംഗ്രഹിക്കുവാൻ, അത് ജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ പ്രതിഫലിക്കുന്നത് എങ്ങനെയെന്ന് തിരിച്ചറിയുവാൻ, അപ്രകാരം ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ കഴിയുന്ന അവസ്ഥ ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. വിവേകമുള്ളവരുടെ അനുഭവമായ വിനയവും ധാർമ്മിക ബോധവും നൈതിക ബോധവും ശ്രദ്ധയോടുകൂടെ നാം കാണേണ്ടതായിട്ടുമുണ്ട്. പരിജ്ഞാന അന്വേഷണം എന്ന പ്രക്രിയയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളുണ്ട്. അത് നന്മയിൽ അന്വേഷിക്കുന്ന ഒരനുഭവമായി തീരുവാൻ, അത് ആത്മീയതയിൽ പ്രതിഫലിക്കുന്ന അനുഭവമായി മാറുവാൻ, അത് ധാർമ്മികത നിഴലിക്കുന്ന അനുഭവമായി മാറുവാൻ, അത് അനുകമ്പയിലും ദീർഘക്ഷമയിലും പ്രകടിതമാകുന്നത് കാണുവാൻ കഴിയുന്ന അനുഭവമായി മാറുന്നതിനെക്കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. ഈ സദൃശവാക്യത്തിൻ്റെ മറുവശത്തെക്കുറിച്ചും നാം ധ്യാനിക്കേണ്ടതായിട്ടുണ്ട്. മൂഢന്മാരുടെ വായയോ ഭോഷത്വം ആചരിക്കുന്നു. നാം പറയുന്ന വാക്കുകളെക്കുറിച്ച്, വാക്കുകളുടെ സ്വാധീനത്തെക്കുറിച്ച്, വാക്കുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് സദൃശവാക്യത്തിൽ പല ആവർത്തി നാം പ്രതിപാദിച്ചു. ജ്ഞാനി ഇവിടെ വീണ്ടും വാക്കുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് അടിവരയിട്ട് പറയുകയാണ്. മൂഢന്മാരുടെ വായയോ ഭോഷത്വം ആചരിക്കുന്നു. എന്താണ് മൂഢന്മാരുടെ വായയുടെ പ്രത്യേകത? ഏത് തരത്തിലുള്ള ഭോഷത്വത്തെക്കുറിച്ചാണ് ജ്ഞാനി ഓർമ്മപ്പെടുത്തുന്നത് എന്നത് ശ്രദ്ധേയമായ ചോദ്യമാണ്.
മൂഢന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകൾ അഹംഭാവത്തിൻ്റെ വാക്കുകളാണ്. ഞാൻ ആരോ ആണ് എന്ന ഭാവം ഒരുവനിലുണ്ടാകുമ്പോൾ, വിനയം അവന് നഷ്ടപ്പെടുമ്പോൾ, അവൻ്റെ വാക്കുകൾ അഹങ്കാരത്തിൻ്റെ വാക്കുകളായി മാറുന്നു. ആ വാക്കുകളുടെ മറ്റൊരു പ്രത്യേകത, അത് സാന്ത്വനിപ്പിക്കുന്ന വാക്കുകളാകുന്നതിന് പകരം വേദനിപ്പിക്കുന്ന വാക്കുകളായി മാറുന്നു, മുറിവേൽപ്പിക്കുന്ന വാക്കുകളായി മാറുന്നു, കുത്തി നോവിക്കുന്ന വാക്കുകളായി മാറുന്നു. ആ തരത്തിലുള്ള വാക്കുകളുടെ ഉപയോഗം ഭോഷത്വം ആചരിക്കുന്നവരിൽ നിന്ന് മാത്രമേ പുറപ്പെട്ടു വരികയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് മൂഢന്മാരുടെ വായയോ ഭോഷത്വം ആചരിക്കുന്നുവെന്ന് ജ്ഞാനി ഓർമ്മപ്പെടുത്തുന്നത്. പലപ്പോഴും മൂഢന്റെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ വിവേചനരഹിതമായ വാക്കുകളാണ്. ആ വാക്കുകൾ പറയുന്നത് കൊണ്ട് അപരനിൽ ഉണ്ടാക്കുന്ന വേദനയെക്കുറിച്ചോ കണ്ണുനീരിനെക്കുറിച്ചോ ആത്മീയ സംഘർഷത്തെക്കുറിച്ചോ ഒട്ടും തന്നെ ശ്രദ്ധിക്കാതെ പോകുന്നു മൂഢൻ. അവൻ നിന്ദിക്കുന്നു, അവൻ പരിഹസിക്കുന്നു. ആ നിന്ദയും പരിഹാസവും അപരനിൽ ഒരുപാട് വേദന കൊണ്ടുവരികയും ചെയ്യുന്നു. മൂഢന്മാരുടെ വായോ ഭോഷത്വം അന്വേഷിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഭോഷത്വം അസത്യത്തിൽ അടിസ്ഥിതമാണ് എന്ന് നാം തിരിച്ചറിയണം. സ്വയപ്രശംസയുടെ അനുഭവത്തിൻ്റെ മധ്യേ സത്യത്തിൻ്റെ അകക്കാമ്പിനെ അന്വേഷിക്കുകയോ കാണുകയോ തിരിച്ചറിയുകയോ ചെയ്യുവാൻ കഴിയാത്ത അവസ്ഥയിൽ മൗഢ്യത്തിൽ ജീവിക്കുന്ന അനവധി പേരിൽ ഒരാളായി നാം മാറുന്നുവോ എന്ന സ്വയവിമർശന ചിന്തയ്ക്കും അത് നമ്മെ സഹായിക്കണം. മൂഢന്മാരുടെ വായ അത് അനുതപിക്കുവാൻ വിസമ്മതിക്കുന്ന, ക്ഷമ ചോദിക്കുവാൻ വിസമ്മതിക്കുന്ന, ബന്ധങ്ങളുടെ പുനഃസ്ഥാപനത്തിലേക്ക് വഴിതെളിക്കുന്ന അനുഭവങ്ങളിലേക്ക് സന്തോഷത്തോടെ ഇറങ്ങിച്ചെല്ലുവാൻ വിസമ്മതിക്കുന്ന ഒരനുഭവമാണ്. മൂഢന്റെ വാക്കുകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് പലപ്പോഴും കോപജടിലമായ വാക്കുകളാണ്, സ്നേഹസാന്ദ്രമായ വാക്കുകളല്ല എന്ന് നാം തിരിച്ചറിയണം. മൂഢന്റെ വാക്കുകൾ, അതിനെക്കുറിച്ച് മലയാള വേദപുസ്തകം ഉപയോഗിക്കുന്ന മനോഹരമായൊരു വാക്കുണ്ട്, പൊട്ടച്ചൊൽ. പറയുന്ന കാര്യങ്ങൾ കൊണ്ട് ആർക്കും യാതൊരു പ്രയോജനവും ഇല്ല എന്നറിഞ്ഞിട്ടും പറയുന്നു, ചിന്തിക്കാതെ പറയുന്നു. പറയുന്ന കാര്യങ്ങൾ അപരനിൽ ഉണ്ടാകുവാൻ കഴിയുന്ന പ്രതികരണത്തെക്കുറിച്ചുള്ള മുൻചിന്ത ഇല്ലാതെ പറയുന്നു. പൊട്ടച്ചൊല്ലിൻ്റെ എത്രയോ ഭാവങ്ങൾ നമുക്കറിയാം. മൂഢന്മാരുടെ വാക്കുകൾ സംഘർഷം സൃഷ്ടിക്കുന്നു, തർക്കങ്ങൾ സൃഷ്ടിക്കുന്നു, പിണക്കങ്ങൾ സൃഷ്ടിക്കുന്നു. ബന്ധങ്ങളെ കോർത്തിണക്കുന്നതിന് പകരം ബന്ധങ്ങളെ അകറ്റുന്നതിന് അത് കാരണമായി തീരുന്നു. തർക്കം വഴക്കിനും, വഴക്ക് പലപ്പോഴും യുദ്ധത്തിലേക്കും വഴിതെളിക്കുന്ന അനുഭവം. ഓരോ സാഹചര്യങ്ങളെക്കുറിച്ച് അവബോധമില്ലാതെ, എങ്ങനെ പ്രതികരിക്കണമെന്ന ബോധ്യമില്ലാതെ പ്രതികരിക്കുക എന്നുള്ളതാണ് മൂഢന്റെ പ്രത്യേകത. ആ പ്രതികരണം വാക്കുകളിലൂടെ ആകുമ്പോൾ അത് മനുഷ്യ ജീവിതങ്ങളിൽ ഉണ്ടാക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ചും നാം തിരിച്ചറിയണം. അനുരഞ്ജനം അല്ല ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നവരുടെ ഉദ്ദേശമെന്നും അത് സംഘർഷങ്ങളാണ് എന്നും നാം തിരിച്ചറിയണം. സദൃശവാക്യങ്ങൾ 15-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം അതുകൊണ്ട് തന്നെ നമ്മുടെ മുമ്പാകെ ശ്രദ്ധേയമായ ചില ചോദ്യങ്ങൾ വയ്ക്കുകയാണ്. സർവജ്ഞാനിയായ ക്രിസ്തുവിനെ നാം ധ്യാനിക്കുന്ന നോമ്പിൻ്റെ നാളുകളിലൂടെ നാം കടന്നു പോകുമ്പോൾ, വിവേകമുള്ളവൻ്റെ ഹൃദയം പരിജ്ഞാനം അന്വേഷിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വയം നാം ചോദിക്കേണ്ടുന്ന, ഈ സദൃശവാക്യത്തെ മനസ്സിലാക്കുവാനായി നാം പഠിക്കേണ്ട യാഥാർത്ഥ്യങ്ങൾ എന്താണ്? വിവേകം എന്താണ്?
മനുഷ്യ ഹൃദയത്തിൻ്റെ പ്രത്യേകതകൾ. എന്താണ് പരിജ്ഞാനം? എന്താണ് ജ്ഞാന അന്വേഷണം? വിവേകമുള്ളവൻ്റെ ഹൃദയം പരിജ്ഞാനം അന്വേഷിക്കുന്നുവെന്ന് ജ്ഞാനി ഓർമ്മപ്പെടുത്തുമ്പോൾ, ഈ സത്യാന്വേഷണത്തിൻ്റെ, ഈ പരിജ്ഞാന അന്വേഷണത്തിൻ്റെ അർത്ഥതലങ്ങൾ എന്തെല്ലാമാണ്? ആ അന്വേഷണത്തിൽ ഞാൻ ഇന്ന് പങ്കുകാരനാണോ എന്ന് സ്വയം വിലയിരുത്തുവാൻ നമുക്കാകണം. മറുവശത്താകട്ടെ, മൂഢന്മാരെക്കുറിച്ച്, മൂഢന്മാരുടെ വാക്കുകളെക്കുറിച്ച്, വാക്കുകൾ കൊണ്ട് അവർ ആചരിക്കുന്ന ഭോഷത്വത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിടെയാണ് മൗഢ്യത്തിൻ്റെ ഭാവങ്ങൾ നമ്മിലുണ്ടോ എന്ന് നാം സ്വയം വിലയിരുത്തുന്നതോടൊപ്പം തന്നെ നമ്മുടെ വാക്കുകൾ ഭോഷത്വം നിറഞ്ഞ വാക്കുകളാണ്. ഇന്ന് അനേകം കുടുംബങ്ങൾ സംഘർഷജടിലമാണ്. ആ സംഘർഷങ്ങൾക്കൊക്കെ കാരണം ബന്ധങ്ങളുടെ ഊഷ്മളത നഷ്ടപ്പെട്ടു പോകുന്നതാണ്. ബന്ധങ്ങളുടെ ഊഷ്മളത നഷ്ടപ്പെട്ടു പോകുന്നതിന് കാരണം വാക്കുകളുടെ കടിഞ്ഞാൺ നമുക്ക് നഷ്ടപ്പെടുമ്പോഴാണ്. വാക്കുകൾ ക്രൂരമ്പുകളായി മാറുമ്പോൾ, അത് വേദനിപ്പിക്കുന്ന അനുഭവങ്ങളായി മാറുമ്പോൾ ബന്ധങ്ങളിൽ വിള്ളലുകളുണ്ടാകുന്നു. ഭർത്താവും ഭാര്യയും അകലുന്നു. സഹോദരങ്ങൾ ദൂരത്താകുന്നു. മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാകുന്നു. അവിടെയാണ് വിവേകമുള്ളവൻ്റെ ഹൃദയം പരിജ്ഞാനം അന്വേഷിക്കുന്നു, മൂഢന്മാരുടെ വായോ ഭോഷത്വം ആചരിക്കുന്നുവെന്ന സദൃശവാക്യത്തിൻ്റെ യഥാർത്ഥ പൊരുൾ നാം തിരിച്ചറിയുക. ബന്ധങ്ങളുടെ വിള്ളൽ മാത്രമല്ല, മൂഢന്മാരുടെ വായ യുദ്ധങ്ങളുണ്ടാക്കുന്നു, സംഘർഷമുണ്ടാക്കുന്നു, പിരിമുറുക്കങ്ങളുണ്ടാക്കുന്നു. ജീവിത സാഹചര്യങ്ങളെയും തൊഴിലിടങ്ങളെയും അത് വിഷലിപ്തമാക്കുന്നു. എന്നോട് കൂടെ ജോലി ചെയ്യുന്നത് എത്ര സന്തോഷം എന്ന് പറയുന്നതിനു പകരം എൻ്റെ സഹപ്രവർത്തകർ ഇയാളോടുകൂടെ ജോലി ചെയ്യുന്നത് എത്ര പ്രയാസം എന്ന് പറയുന്നുവെങ്കിൽ അതിന് നാം ഉപയോഗിക്കുന്ന വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടൊരു പങ്ക് വഹിക്കുന്നുവെന്ന് തിരിച്ചറിയുക. സ്നേഹിതരെ, സദൃശവാക്യങ്ങൾ 15-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം, വിവേകമുള്ളവൻ്റെ ഹൃദയം പരിജ്ഞാനം അന്വേഷിക്കുന്നു, മൂഢന്മാരുടെ വായോ ഭോഷത്വം ആചരിക്കുന്നു. മനോഹരമായ ഈ സദൃശവാക്യത്തിൻ്റെ ആഴമേറിയ അർത്ഥവും പൊരുളും ഗ്രഹിക്കുവാനായി സർവജ്ഞാനിയായ ദൈവത്തിൻ്റെ ആത്മാവ് എന്നിലും നിങ്ങളിലും തുടർന്നും വ്യാപരിച്ചുകൊണ്ടേയിരിക്കട്ടെ. കുരിശിൻ്റെ ധ്യാനത്തിൽ, നോമ്പിൻ്റെ ധ്യാനത്തിൽ നാം ആയിരിക്കുമ്പോൾ ഏറ്റവും ഔന്നത്യമുള്ള പരിജ്ഞാനമായ ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം അന്വേഷിക്കുന്ന ഹൃദയത്തിൻ്റെ വിവേകം നമുക്കുണ്ടാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ലോകം ദൈവ നിന്ദയിൽ വാക്കുകൾ ഭോഷത്വത്തോടുകൂടി ഉപയോഗിക്കുമ്പോൾ നമ്മുടെ നാവുകൾ ഹൃദയം നിറഞ്ഞൊഴുകുന്ന സ്നേഹവും സന്തോഷവും സമാധാനവും സ്തുതിയും നിറഞ്ഞ അനുഭവങ്ങളാകട്ടെ എന്ന് നമുക്ക് ആശിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.